ഷാക്കിർ, തുല്യതയുടെ നിയമം ഉറപ്പാക്കുന്ന മൗലികാവകാശങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളാണ് പ്രധാനം. പുതിയ നിയമം അതാണ് വ്യവസ്ഥ ചെയ്യുന്നത്. മാത്രമല്ല, പള്ളികളുടെ നിയന്ത്രണമെല്ലാം മറിച്ച് ആർജിച്ച സ്വത്തുക്കളുടെ നിയന്ത്രണം ആണ്. അപ്പോൾ താങ്കൾ അതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതിലൊരു ക്ലാരിറ്റി അത് ഷാക്കിറിന് അറിയാം കൃത്യമായിട്ട് എന്താണ് ഈ നിയമം കൊണ്ട് വ്യവസ്ഥ ചെയ്യുന്നതെന്ന്. പക്ഷേ ഷാക്കിറിന് ഇതേ പറയാൻ പറ്റുള്ളൂ, മറ്റ് നിർവാഹമില്ല. അതായത് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾക്ക് കൂടി പറയാനുള്ള സമയം അനുവദിച്ച് തരാന്നുള്ളൊരു മര്യാദയാണ് ശ്രീ അനിൽ നമ്പ്യാർ. ഈ റോണി പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്തി മറ്റാളൊക്കെ ഉണ്ട്. എനിക്കും പറഞ്ഞ് ഞാൻ അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് അദ്ദേഹം ആരോപിച്ചതുകൊണ്ടാണ് പിന്നെ പ്രിന്റ് ഇടപെട്ടത്. അതായത് സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കള്ളമാണ്. നിങ്ങൾ അതായത് നിങ്ങൾക്ക് ചാനലിൽ നിങ്ങളുടേതായിട്ടുള്ള നിലപാടൊക്കെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കള്ളമാണ്, ഇൻക്ലൂഡിംഗ് മീ. അല്ല അത് വേണ്ടെന്ന്, അത് വേണ്ട. അതായത് നിങ്ങൾ സത്യത്തെ ഭയമാണ്, നിങ്ങൾക്ക് സത്യത്തെ ഭയമാണ്. ഞാൻ പറയട്ടെ, ശ്രീ അനിൽ നമ്പ്യാർ അവിടെ സംസാരിക്കാൻ സമ്മതിക്കണില്ല. നിങ്ങൾ പറയുന്നത് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. അതായത് നിങ്ങൾ തുല്യനീതിയാണ് നേരത്തെ പറഞ്ഞ ആ BJP സുഹൃത്ത് ഉൾപ്പെടെ ഞാൻ ചോദിക്കട്ടെ, തുല്യനീതിയാണെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കും ഹൈന്ദവ മതവിശ്വാസികൾക്കും ക്രൈസ്തവ മതവിശ്വാസികൾക്കും എല്ലാവർക്കും തുല്യനീതിയാവണ്ടേ? ഹിന്ദു മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിക്കാൻ, അവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്, മറ്റുള്ളവർക്കുമുണ്ട്. എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീക്കി വെച്ചിട്ടുള്ള ഭൂമിയോ സ്വത്തോ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അത് തുല്യനീതിയാണോ? നിങ്ങൾ നോക്ക്, അന്യന്റെ മുതൽ അപഹരിക്കുന്നത് പാപമാണ്, പാതകമാണ്. അത് ഒരിക്കലും വക്കപ്പോടാ. ഒരു മിനിറ്റ് നേരത്തെ പറഞ്ഞ സുഹൃത്ത് അന്യന്റെ മുതൽ അപഹരിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞതാ. അന്യന്റെ മുതൽ അപഹരിക്കുന്നത് പാപമാണ്, ചെയ്യാൻ പാടില്ല. അതിന് ഉറച്ചു വിശ്വസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾ. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റിദ്ധാരണ പരുത്തരുത്. ഒരാളുടെ മുതൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും മുതലിന്റെ വക്കപ്പോട് അവകാശവാദം ഉന്നയിച്ചാൽ അത് വക്കപ്പായി അല്ല, എന്റെ മുതലാണെന്ന് ഞാൻ ആദ്യം തെളിയിക്കണം. അല്ല, ഒരു മിനിറ്റ് കേൾക്ക്, പറയട്ടെ. എന്റെ മുതലാണെന്ന് ഇന്ത്യൻ നിയമപ്രകാരം ഞാൻ തെളിയിക്കണം ആദ്യം. അതിന് ആധാരം, നികുതി, എന്നിട്ടേ എനിക്ക് വക്കീഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ വക്കീഫ് വാക്കാലാവാം മറ്റു രീതിയിൽ എന്നുള്ള നിയമമുണ്ട്. എങ്ങനെ എന്റെ ഭൂമിയാണെന്ന് ഞാൻ തെളിയിക്കണം. എന്നിട്ട് നിങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു അല്ലെങ്കിൽ BJP ഒറ്റ സെക്കൻഡ് പ്ലീസ്. BJP ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ കൂടിയത്, മതങ്ങൾ തമ്മിലെടുക്കുന്നത്. ഇപ്പൊ മുനമ്പം വിഷയമാണ് നിങ്ങൾ ദയവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് കിരൺ റിജു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കേൾക്ക്. പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ജനം ടിവിയുടെ പ്രേക്ഷകരെ എന്നെ കേൾപ്പിക്കാൻ അനുവദിക്ക്. അവര് മുഴുവൻ നിങ്ങൾക്കെതിരാവും. നിങ്ങൾ ജനം ടിവിയുടെ പ്രേക്ഷകരെ ഞാൻ പറയുന്നത് കേൾക്കാൻ അനുവദിപ്പിക്ക്. അപ്പൊ ഈ ആളുകൾ ജനം ടിവിക്കും നിങ്ങൾ അല്ലല്ല, കൃത്യമാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞത്. BJP ഇപ്പൊ നോക്ക്, മുനമ്പ വിഷയം. ഇന്ന് കിരൺ റിജു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പുതിയ നിയമം മുനമ്പത്തിന് ബാധകമാകില്ല. കാരണം എന്താണ്? ആ നിയമം മുൻകാല പ്രാബല്യമില്ല. അപ്പൊ നിങ്ങൾ ക്രിസ്തുമത വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് ആ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊലക്ക് കൊടുക്കരുത്. നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും, ഇപ്പൊ മണിപ്പൂരിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ പള്ളികളെ ആളുകളല്ലേ. 21 ലക്ഷം ഏക്കറാണ് വർദ്ധിച്ചത്. എങ്ങനെയാണ് ക്രൈസ്തവ മതവിശ്വാസികൾ വീഴില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ക്രിസംഖികളെ കിട്ടും, 10-15 ക്രിസംഖികളെ കിട്ടും. എന്നാൽ 99% ക്രിസ്ത്യാനികളെ കിട്ടില്ല. എന്തായാലും മറുപടി പറയേണ്ടത് ഏറ്റവും പരമോന്നതം ക്രൈസ്തവ മലയധ്യക്ഷന്മാരും KCBC അടക്കമാണ് പരസ്യമായിട്ട് പറഞ്ഞത്. നിരപരാധികളായിട്ടുള്ള ആളുകളെ, ഇസ്ലാം മത വിശ്വാസികളെ തെറ്റിദ്ധരിക്കില്ല, ഉറപ്പാണ്. BJPയുടെ കെണിയിൽ വീഴാൻ കേരളത്തിലെയോ മറ്റ് ഇന്ത്യയിലെയോ ക്രിസ്തുമത വിശ്വാസികളെ കിട്ടില്ല, മതേതര വിശ്വാസികളെ കിട്ടില്ല. രാഹുൽ ഗാന്ധി ഇസ്ലാമാണോ?
അതുകൊണ്ടല്ലോ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചൊക്കെ ആശങ്കര് പറയുന്നത്. മുന്നോട്ട് പോകുന്നതാണ് ഷക്കീർ ആവർത്തിച്ച് പറയുന്നത്. ഈ വെറും 15% ശ്രീ സ്റ്റാലിൻ ദേവൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ കള്ളങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. താങ്കൾ ഒരു കള്ളക്കഥ പറഞ്ഞു. RSS പ്രചരിപ്പിക്കുന്നത് RSSന്റെ കള്ളക്കഥകൾ. മതി ഷാക്കിറെ മതി, കൂടുതലായി, ഇന്നത്തേക്ക് കൂടുതലാണ്. അപ്പോ ഷക്കീറെ ഇനി കൂടുതൽ പറയണ്ട. സ്റ്റാലിൻ ദേവൻ പഠിച്ചിട്ട് പറയണം. ഹലോ, ആളുകൾ കേട്ടാൽ അവർക്ക് പറയുന്നതിന് മുമ്പ് പഠിക്കണം. ഓക്കെ, ഈ വഖഫ് ബില്ല് ഭേദഗതി വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഷക്കീറെ ഈ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. സെക്ഷൻ 2 അമൻമെന്റ് വരുന്നതോടുകൂടി ഷക്കീറെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ്. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വിവരക്കേട് പറയല്ലേ. ഇതിനകത്ത് കിരൺ റിജ്ജു ഈ 600 കുടുംബങ്ങളെ ആദ്യം ഭരണഘടന എന്താണെന്നും വഖഫ് ആക്ട് എന്താണെന്നും മുൻപത്തെ ഇഷ്യൂ എന്താണെന്നും അങ്ങനെയല്ലോ. ഇന്ന് പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അങ്ങ് കാണണം. പാർലമെന്റിലെ നടപടിക്രമങ്ങൾ അങ്ങ് കാണണം. ആ ക്രമത്തിനകത്ത് കിരൺ റിജ്ജു കൃത്യമായിട്ട് പറഞ്ഞു. മുനമ്പത്തെ അടക്കം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടാണ്. ഒരു സംശയം വേണ്ട. സ്റ്റാലിൻ ദേവന് ഒരു അവസരം കൊടുക്കും. മുൻപത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. അറിയാൻ താല്പര്യമുണ്ടോ? ഈ പുതിയ established before or after the commencement of this act or statutorily regulated by any statutory provision pertaining to a public charities by a Muslim for purpose similar to a waqf under any law for the time being in force എന്നാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. അതായത് 1950 നവംബർ മാസം 1-ാം തീയതി ഒരു മുസ്ലിമായിരുന്ന സിദ്ദിഖ് സേട്ടു ഈ മുസ്ലിം മതം അനുസരിച്ചുള്ള ധർമ്മപരമായ കാര്യങ്ങൾക്ക്, അതായത് റിലീജിയസ് ചാരിറ്റബിൾ ആൻഡ് പയസ് പർപ്പസസിന് വേണ്ടി ഈ വസ്തു കൊടുത്തത് ഫറൂഖ് കോളേജിനാണെന്ന് താങ്കൾക്ക് യാതൊരു സംശയവും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. നിലവിൽ അമെന്റ് ചെയ്യപ്പെടുകയും സൊസൈറ്റിയാണ് അങ്ങനെയുള്ള വസ്തുക്കൾ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ അതുകൊണ്ട് ഈ പുതിയ ഭേദഗതി വരുന്ന നിമിഷം വരെ ഒന്ന് കാത്തിരിക്കും. മുനമ്പത്തെ ജനങ്ങൾ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നാണ് പ്രൊഫസർ റോണിയും അതുപോലെ ഷാക്കിറൊക്കെ നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതാണല്ലോ അതുകൊണ്ടാണല്ലോ മുനമ്പത്ത് പോയി ഒന്ന് പറയുകയും പാർലമെന്റിൽ ബില്ലിനെതിരെ കൈവക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ, അല്ലെ? ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുകയും നിങ്ങളൊപ്പമില്ല എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രൊഫസർ റോണി, നിങ്ങളുടെ പാർട്ടിക്കാർ, നിങ്ങളുടെ MP-മാർ അവരെങ്ങനെ ഇനി മുനമ്പത്തെ ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് കണ്ടറിയാം.